എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കെ.പി. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളിൽ ഒരിക്കൽ കൂടി ചർച്ചയിൽ വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മരണം ദുരൂഹമാണ് എന്ന് വീണ്ടും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, അദ്ദേഹം അമേരിക്കയിൽ വെച്ചൊരു വാഹനാപകടത്തിലാണ് മരണപ്പെട്ടത്. അപ്പം ഈ അപകടം സ്വയം സൃഷ്ടിച്ചതാണോ, ആരെങ്കിലും അദ്ദേഹത്തെ അപായപ്പെടുത്തുവാൻ ചെയ്തതാണോ എന്നൊന്നും അറിയാതെ ഒരു വ്യക്തതയില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അതായത്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിനകത്ത് ക്രിസ്ത്യാനി ചെയ്യുവാനും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടോ പലപ്പോഴും ക്രിസ്ത്യാനികൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം. അപ്പോൾ ഓരോ സംഭവങ്ങളും നമ്മുടെ മുൻപിൽ നടക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ബൈബിളിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്കൊക്കെ മനസ്സിലാകും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഓവർ സ്വത്ത് സമ്പാദനം. അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പാപമായ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടോ അതിനെ പാപമായിട്ട് ആരും കണക്ക് കൂട്ടുന്നില്ല. അത് ദൈവം പുതിയ നിയമത്തിൽ അടിവരയിട്ട് പറയുന്നൊരു വാക്യമുണ്ട്. എന്താ പറയുക, അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നൊരു ഉപമ പറയുന്നുണ്ട്, ധനവാനായ മനുഷ്യൻ്റെയും ലാസറിൻ്റെയും കഥ പറയുന്നുണ്ട്. മറ്റൊരു ഉപമയിൽ ധനവാനായ ഒരു മനുഷ്യൻ തനിക്ക് ഒത്തിരി എന്താ പറയുക സ്വത്തുണ്ട്, അതൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഓവർ തിങ്കിങ് കാൽക്കുലേറ്റ് ചെയ്യുകയും അവസാനം അതൊക്കെ ഒരൊറ്റ ക്വസ്റ്റിൻ്റെ മുൻപിൽ പുള്ളി എല്ലാം ഒന്നുമില്ലാതാകുകയും ചെയ്യുന്നൊരു കാര്യമൊക്കെ, ഒരു ഉപമയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ ഒത്തിരി എല്ലാം ചെയ്തു കൂട്ടുന്നു, നീ ഒത്തിരി എല്ലാം ചിന്തിച്ചു കൂട്ടുന്നു, ഇന്ന് രാത്രിയിൽ നിൻ്റെ ജീവനെ എടുത്താൽ നീ സമ്പാദിച്ചതൊക്കെ ആരുടേതാകുമെന്ന് ദൈവം അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ഉപമ ദൈവം യേശുക്രിസ്തു പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ധനവാനായ മനുഷ്യൻ്റെയും ലാസറിൻ്റെയും കാര്യം തന്നെ. അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ല. ധനവാനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്വത്ത്, അദ്ദേഹം സമ്പാദിച്ച സ്വത്തിൽ നിന്ന് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ സ്വന്തം കാൽക്കീഴിൽ കിടന്ന ലാസർ എന്നൊരു മനുഷ്യനെ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത്, ഓവർ സ്വത്ത് സമ്പാദനം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് തന്നെയാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. രണ്ടാമതൊരു ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന്. അതിനൊത്തിരി ദുർവ്യാഖ്യാനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പച്ചയായ യാഥാർത്ഥ്യം അത്ര തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓവർ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അതല്ല, അതിന് വേറെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി അതിന് ദുർവ്യാഖ്യാനങ്ങൾ വേറെ വന്നിട്ടുണ്ട്. എനിവേ, അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ പഴയ നിയമത്തിലെ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മറ്റാർക്കും വസിക്കുവാൻ ഇടം ലഭിക്കാതെ വണ്ണം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ ചേർക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ടൊരു വചനം അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെടുത്ത് വായിച്ചു നോക്കുക, അതിനകത്തും അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഈ ഓവർ സ്വത്ത് സമ്പാദനം ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പാപം തന്നെയാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടോ നമ്മൾക്ക് ഈ സ്വത്തിനോടുള്ള ആർത്തി കൂടുമ്പോൾ നമ്മൾക്കതൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ കെ.പി. യോഹന്നാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ കാര്യത്തിലും എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് ഒത്തിരി സ്വത്തുക്കളുണ്ട്. ആ സഭയ്ക്ക്, ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്നത്, അതിന് ഒത്തിരി സ്വത്തുക്കളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് നല്ല കാര്യങ്ങളുണ്ട്. നല്ല ഹോസ്പിറ്റലുകൾ, ആതുര സേവനം ഒക്കെ അവർ നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ കണക്കിൽപ്പെടാത്ത ഓവർ സ്വത്ത് സമ്പാദിച്ചത് ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മരണം അപകട മരണമാണോ അതെയോ ഇനി അദ്ദേഹത്തെ പർപ്പസ്ലി അപായപ്പെടുത്തിയതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ അപായപ്പെടുത്തിയതാണ് എങ്കിൽ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഈ കളിയൊക്കെ നടന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഒരുപാട് സ്വത്തുള്ള മനുഷ്യർക്ക് എപ്പോഴും ഭയത്തോടു കൂടിയേ ജീവിക്കുവാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ അവരത് നേരായ രീതിയിൽ സമ്പാദിച്ചതല്ല എങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാകും, അല്ലെങ്കിൽ ചെക്കിങ്ങുകൾ വരുമെന്നുള്ളൊരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ടാകും. ആ ഭയത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, തന്നെ ആരെങ്കിലും അപായപ്പെടുത്തുമോ, തൻ്റെ സ്വത്ത് ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സ്വത്തൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്, ആരൊക്കെയാണ് നോക്കുന്നത് എന്ന് പോലും ഒരു വ്യക്തതയില്ല. കാരണം അദ്ദേഹം ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് അതിനകത്ത് പങ്കുണ്ടോ, കുടുംബക്കാർക്ക് അത് ഉപയോഗിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അത് ഉപയോഗിക്കുവാനുള്ള ഒരു സാവകാശമുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഓർക്കുക, ഓവർ സ്വത്ത് സമ്പാദനം എപ്പോഴും നമ്മുടെ സ്വസ്ഥതയെ കെടുത്തതേയുള്ളൂ, നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തതേ ഉള്ളൂ എന്ന് ഓർക്കുക. ഓവർ സ്വത്ത് സമ്പാദനം എന്തിനാണ്? നമ്മൾക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല. ഒരു ധനവാനായ മനുഷ്യനാണെങ്കിലും ഒരു പാവപ്പെട്ടവനാണെങ്കിലും 6 അടി മണ്ണ് മാത്രമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്, നമ്മൾക്ക് സ്വന്തമായിട്ട് ലഭിക്കുന്നത്. ഇനി അതും കൂടെ ഇപ്പോൾ ഇല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ കുഴി മാന്തി അടുത്തയാളെ ഇടുന്നതാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സ്ഥലമില്ല. അപ്പോൾ
ആറടി മണ്ണ് പോലും നമ്മൾക്ക് സ്വന്തമായിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും നമ്മൾക്ക് അവസാനം, നമ്മളുടെ അവസാനം എന്ന് പറയുന്നത് ആറടി മണ്ണ് പോലും നമ്മളുടെ സ്വന്തമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഇത്രയും നമ്മൾ ചുമ്മാ സ്വത്തുകൾ ആവശ്യമില്ലാതെ നമ്മൾ ഇങ്ങനെ കൂട്ടിവെക്കുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യം, ഒന്ന് നമ്മളുടെ സമാധാനത്തെ കെടും, രണ്ട് നമ്മൾ ഭയപ്പാടോടെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. മൂന്ന് നമ്മൾക്കത് എന്താ പറയുക, ഉപയോഗിക്കാനുള്ള ഒരു ഇതില്ലാതായി പോകും, ഉപയോഗിക്കുവാനുള്ള ഒരു യോഗമില്ലാതായി പോകും എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞേക്കുന്നത് നമ്മൾ ഓർക്കുക, ഓവർ സ്വത്ത് സമ്പാദനത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സമ്പാദിച്ചാൽ മതി. അതും നമ്മൾക്ക് അനുവദനീയമാണ്. അപ്പോൾ ആ ആവശ്യമുള്ളത് നമ്മൾ സമ്പാദിക്കുക, അനാവശ്യമായത് സമ്പാദിക്കാതിരിക്കുക. അങ്ങനെ അനാവശ്യമായത് സമ്പാദിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾക്കറിയാം ഈ സഭകളുടെ ചരിത്രമൊക്കെ എടുത്താൽ ഇഷ്ടം പോലെ സ്വത്തുകൾ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കണം. അവസാനം എന്തെങ്കിലുമൊക്കെ ഫേക്ക് ന്യൂസുകൾ കേൾക്കും, അതിൽ ആകെ ഭയപ്പാടോടെ ജീവിക്കും. ഇപ്പോൾ ഈ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം കുറേ പേര് പോയിട്ട് ബിഷപ്പായിക്കൊണ്ടിരുന്നു. എന്തിനാണ്? അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. പിന്നെ അല്ലെങ്കിൽ ബിഷപ്പായില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് നല്ല ധൈര്യത്തോടെ നിന്നു. എന്നാൽ കുറേ പേര് ബിഷപ്പ് ആകാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ പെന്തക്കോസ്തിൻ്റെ ചരിത്രം എടുത്താൽ അതിനകത്ത് ബിഷപ്പും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൈബിൾ എടുത്താലും അതിനകത്ത് ബിഷപ്പിനെ കുറിച്ച് മെത്രാന്മാരെ കുറിച്ചൊന്നും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവം അപ്പസ്തോലന്മാരാക്കി വെച്ചിരിക്കുന്നു, സുവിശേഷകന്മാരാക്കി വെച്ചിരിക്കുന്നു, പ്രവാചകന്മാരാക്കി വെച്ചിരിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ബിഷപ്പോ അല്ലെങ്കിൽ പോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും കൂടെ ഓർക്കുക. അപ്പോൾ ഒരിക്കലും ഈ ഫേക്ക് ന്യൂസുകളുടെ പുറകെ പോയി നമ്മളുടെ ഒരു വിശുദ്ധ വിശ്വാസത്തെ നമ്മൾ കെടുത്തി കളയാതെ ഇരിക്കുക. അപ്പോൾ ഈ ഓവർ സ്വത്ത് സമ്പാദനം, ഇനിയും അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ വചനം എടുത്ത് വായിക്കുക. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം എടുത്ത് വായിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും, ദൈവം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്താൽ അറിയാം, ഈ ഓവറായിട്ട് സ്വത്ത് സമ്പാദനം നടത്തി വെച്ചിരിക്കുന്നവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അസുഖത്തെക്കുറിച്ചുള്ള പേടിയൊക്കെ വന്നിട്ട് ഇത് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ചെലവഴിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓവർ സ്വത്ത് സമ്പാദനം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പാപം തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വചനമെടുത്ത് വായിക്കുക. ഇനി അത് നിങ്ങൾക്ക് യേശുന്നില്ല എങ്കിൽ നിങ്ങൾ ധനം സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കുക, അവസാനം ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് യോഗമില്ലാതായി പോകും എന്നുള്ള കാര്യവും മറന്നു പോകരുത്. എനിവേ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.